കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വി വസീഫ് ചേരുന്നുണ്ട്. വസീഫ്, തെരുവിൽ മന്ത്രിമാരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിൽ കേരളത്തിൽ ആദ്യമാണ്. താങ്കളുടെ പ്രതികരണം എത്തരത്തിലാണിതിൽ? തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളെ നമ്മളൊക്കെ അംഗീകരിക്കുന്നതാണ്. നേരത്തെ മന്ത്രിയുടെ വസതിയിൽ കയറി റീത്ത് വെച്ച സംഘം, സതീശന്റെ ഈ ചിങ്കിടിക്കൂട്ടങ്ങൾ ഇന്ന് കേരളത്തിന്റെ തെരുവിൽ വലിയ പ്രകോപനത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ പ്രിയങ്കരിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയെ, കേരളത്തിന് നിരവധിയായ ആരോഗ്യ മേഖലയിൽ നിരവധിയായ അവാർഡുകൾ കിട്ടുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ആരോഗ്യവകുപ്പിന്റെ പ്രിയങ്കരിയായ മന്ത്രി സഖാവ് വീണ ജോർജിനെ വളരെ ക്രൂരമായിട്ടാണ് ഇവർ വേട്ടയാടുന്നത്. ഈ വേട്ടയാടലുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവസാനമായി നമ്മൾ കണ്ടത് കായികമായി മന്ത്രിയെ ആക്രമിക്കുന്നതിന് സതീശന്റെ ചിങ്കിടിക്കൂട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഈ കുട്ടിപ്പട്ടാളം എന്ന് പറയുന്ന KSU ഇവിടെ ഈ തെരുവിൽ വീണ ജോർജിനെ ആക്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വീണ ജോർജിനെ കായികമായി മർദ്ദനമേറ്റിട്ടുണ്ട്. നേരത്തെ റീത്ത് വെച്ച സംഘം ഇപ്പോൾ ഇതാ നേരിട്ട് അപകടത്തിലേക്ക് മന്ത്രിയെ തള്ളിവിടുന്ന കാഴ്ചയാണ് കാണുന്നത്. വലിയ പ്രതിഷേധം കേരളത്തിലുടനീളം ഉണ്ടാകുമെന്നുള്ളത് ഒരു തർക്കവുമില്ല. തീക്കൊള്ളികൊണ്ടാണ് കേരളത്തിലേക്ക് ഈ UDF ഇപ്പോ തലചൊറിയുന്നത്. ഇത് തീക്കളിയാണ് എന്ന് UDF ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. DYFI എന്നുള്ള നിലക്ക്, കേരളത്തിലെ യുവജന പ്രസ്ഥാനം എന്നുള്ള നിലക്ക് ഈ സംഘത്തെ നിലക്ക് നിർത്തുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക്, പ്രക്ഷോഭങ്ങൾക്ക് ഈ തെരുവിൽ ഞങ്ങൾ നേതൃത്വം കൊടുക്കും. തീർച്ചയായും അത് തന്നെയാണ്. അതേസമയം വളരെ നന്ദി ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചതിന്. കണ്ണൂരിൽ KSU പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് ഗുരുതരമായി പരിക്കേറ്റുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വലിയ രീതിയിൽ ആഞ്ഞടിക്കും തിരിച്ചും പ്രതിഷേധം നടത്തുമെന്നാണ് ഇപ്പോൾ DYFI സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചത്.